ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂകാർനെറ്റ്. എഡ്യൂകാർനെറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അയോധ്യ രാം മന്ദിറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ജാനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നമുക്കറിയാം, ഈ അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആണ്. ഈ ഇനാഗ്രേഷനിൽ പ്രധാനമായി പങ്കുവഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ RSSൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മോഹൻ ഭഗത്താണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. RSSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. നമുക്ക് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന എത്ര ഏരിയയിലാണ് എന്നുള്ളതാണ്. 2.7 ഏക്കർ ലാൻഡിലാണ് നമ്മളുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഡേറ്റ് ഓൾറെഡി പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ ഡേറ്റ് എന്ന് പറയുന്നത്. ജാനുവരി 22 ആയിരുന്നു നമ്മളുടെ പ്രതിഷ്ഠ നടന്നത്. ഇവിടുത്തെ ഡെയ്റ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് അവരെയാണ് നമ്മൾ ഡെയ്റ്റി എന്ന് പറയുന്നത്. സോ ഈ രാമക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഡെയ്റ്റി എന്ന് പറയുന്നത് രാം ലല്ലയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ രാം ലല്ല എന്ന് പറയുന്നത് നമ്മളുടെ ഭഗവാൻ രാമൻ ഇൻഫൻ്റ് ആയിരുന്നപ്പോൾ, അതായത് വളരെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഉള്ള പ്രതിഷ്ഠയാണ് ഈ രാം ലല്ല എന്ന് പറയുന്നത്. സോ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാം ലല്ലയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കുന്നത് അമ്പലത്തിൻ്റെ ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ അമ്പലത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ആദ്യത്തെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ചന്ദ്രകാന്ത് സോംപുരയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് ആശിഷും ചന്ദ്രകാന്ത് സോംപുരയുമാണ് ആർക്കിടെക്റ്റ് ഓഫ് രാം മന്ദിർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇവർ 200ഓളം അമ്പലങ്ങൾ ഇന്ത്യയിൽ പണിതിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതാണ് എന്നുള്ള കാര്യം കൂടി നോക്കാം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, പള്ളികൾ, ഈ മോണുമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ പേര് തന്നതിന് ശേഷം ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സോമനാഥ് ക്ഷേത്രമാണ്. സോമനാഥ് ക്ഷേത്രം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്തത് എന്ന് ചോദിക്കും. സോമനാഥ് ക്ഷേത്രം പണിതതിൻ്റെ പിന്നിലും നമ്മളുടെ ഈ ആർക്കിടെക്ട്സ് തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സോമനാഥ് ക്ഷേത്രം ഇന്ത്യയുടെ വെസ്റ്റേൺ സ്റ്റേറ്റായ, ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്ത് കിടക്കുന്ന സംസ്ഥാനമായ ഗുജറാത്താണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളുടെ സിറ്റി ഓഫ് ജോയ് എന്ന് പറയപ്പെടുന്ന കൊൽക്കത്തയിലെ ബിർള ടെമ്പിൾ പണിതതും നമ്മളുടെ ഈ ആർക്കിടെക്ട്സ് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആർക്കിടെക്ചർ സ്ട്രക്ചർ എന്താണ്, അതായത് രാം മന്ദിറിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യവും എക്സാമിന് ചോദിക്കും. സോ നഗര ആർക്കിടെക്ചർ ആയിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നഗര ആർക്കിടെക്ചറിലാണ് ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രം നമ്മൾ പണിതത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ 75ാമത്തെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് കർത്തവ്യ പഥിലാണ്. അതായത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ വെച്ചാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ഡേയിലെ പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്നത് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ, ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. 2ാമത്തെ ഇന്ത്യയുടെ വനിതയായ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇൻഡിപെൻഡൻസ് ഡേ നമുക്കറിയാം, റെഡ് ഫോർട്ടിൽ കൊടി പറത്തുന്നത് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുവാണ് റിപ്പബ്ലിക് ഡേയിൽ കർത്തവ്യ പഥിൽ ആഘോഷങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ നോട്ട് ചെയ്യുക. ഇനി എല്ലാ തവണയും റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ വിശിഷ്ട അതിഥികളെ വിളിക്കാറുണ്ട്. ഇത്തവണ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി എല്ലാ തവണയും നമ്മളുടെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് പരേഡുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തെ പരേഡിൽ ഫസ്റ്റ് കിട്ടിയത് മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ടാബ്ലോയ്ക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന നമ്മളുടെ ടാബ്ലോ
മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ആണ് എന്നുള്ള കാര്യം നോട്ട് വയ്ക്കുക. ഓരോ സ്റ്റേറ്റുകളും മിനിസ്ട്രിയും എല്ലാം ഈ ടാബ്ലോ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇത്തവണ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിനാണ്. നമ്മളുടെ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ടാബ്ലോയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് അവിടെ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ മിനിസ്റ്റർ ആരാണ്, ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. കിഷൻ റെഡ്ഡിയാണ് നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ, GST കൗൺസിലർ ചെയർമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. തുടർച്ചയായി 6 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നിർമ്മല സീതാരാമൻ ഒരു റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 2ാമത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന പദവിയിലേക്കാണ് നമ്മളുടെ നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. അതായത് തുടർച്ചയായി 6 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്നുള്ള ഒരു ഖ്യാതിയാണ് നിർമ്മല സീതാരാമന് കിട്ടിയിരിക്കുന്നത്. ഇത് തുല്യമായി ഇവർ പങ്കിടുന്നത് ഇതിന് മുമ്പത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൊറാർജി ദേശായി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് മൊറാർജി ദേശായി എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് കോൺഗ്രസ് ഇതര ഭരണത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. നോൺ കോൺഗ്രസ് പേഴ്സണാലിറ്റി ആയ ആദ്യത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ മൊറാർജി ദേശായി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദ്ദേഹമാണ് ഇതിനു മുൻപ് 6 തവണ അടുപ്പിച്ച് നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥാനം ഇപ്പോൾ നിർമ്മല സീതാരാമന് കൂടിയുണ്ട്. അടുപ്പിച്ച് 6 ബഡ്ജറ്റ് നിർമ്മല സീതാരാമനും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 5 പ്രധാനപ്പെട്ട ബഡ്ജറ്റും ഒരു ഇൻട്രിം ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഈ വർഷം ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇൻട്രിം ബഡ്ജറ്റ് ആയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി തന്നെയാണ്. മൊറാർജി ദേശായി 10 തവണ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിമൺ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള, ഇന്ത്യയുടെ ഫസ്റ്റ് വിമൺ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള, ഇന്ത്യയുടെ ഫസ്റ്റ് വിമൺ ഫിനാൻസ് മിനിസ്റ്റർ ആയ നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ടൊരു വനിത ഇന്ത്യയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിരുന്നു. അപ്പോൾ പേപ്പർലെസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബഡ്ജറ്റ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾക്കറിയാം നമ്മളുടെ എക്സാമിനേഷന് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുള്ളതാണ്. അതായത് ഒരു ഫെസ്റ്റിവലിൻ്റെ പേര് നൽകിയതിന് ശേഷം നമ്മളോട് ചോദിക്കും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം. ഇത്തവണ നമ്മൾ നോക്കുന്നത് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവലായ സൂരജ് കുണ്ട് മേള എന്ന് പറയുന്ന മേളയാണ്. ഇത് ഇന്ത്യയിലെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഫരീദാബാദിലാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ്. പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലും ചണ്ഡീഗഡ് തന്നെയാണ്. അതായത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾക്ക് ഒരേ ക്യാപിറ്റലുള്ള സ്ഥലമാണ് ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയുമാണ് ഈ ക്യാപിറ്റൽ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ശക്തി രാജ്യമായ ജപ്പാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോകത്ത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടുള്ള 5ാമത്തെ രാജ്യം എന്ന് പറയുന്ന ഖ്യാതി ഇത്തവണ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ജപ്പാനാണ്. ആദ്യമായിട്ട് നമ്മളുടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് യുണൈറ്റഡ് സോവിയറ്റ് റഷ്യയാണ്, ഇപ്പോഴത്തെ നമ്മളുടെ റഷ്യ. 2ാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. 3ാമത് ഏഷ്യയിൽ നിന്നുള്ള ഒരു രാജ്യമാണ്. ഏഷ്യയിൽ ഫസ്റ്റ് പൊസിഷനും ലോകത്ത് 3ാമത്തെ പൊസിഷനും ഉള്ളത് ചൈനയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി 4ാമത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രാജ്യമാണ് നമ്മളുടെ രാജ്യം ഇന്ത്യയാണ്. നമ്മൾ ലേറ്റസ്റ്റായിട്ട് ചന്ദ്രനുമായി ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. 5ാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ജപ്പാനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണ്. ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഫ്യൂമിയോ കിഷിൻഡയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ജപ്പാൻ്റെ സ്പേസ് ഏജൻസിയുടെ പേര് എന്ന് പറയുന്നത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. ഇനി ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്പേസ് ഏജൻസിയുടെ പേര് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്.
1969 ISRO നിലവിൽ വരുന്നത്. ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ISROയുടെ ചെയർമാൻ മലയാളി കൂടിയായ എസ് സോമനാഥാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേണാണ്. വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് സോമനാഥ് എമോങ് ദ ISRO ചെയർമാൻസ്? ISRO ചെയർമാൻമാരിൽ എത്രാമത്തെ പൊസിഷനാണ് നമ്മുടെ സോമനാഥിന് എന്ന് ചോദിക്കാറുണ്ട്. ഓർത്തുകൊള്ളുക, സോമനാഥിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 10th ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്നാമതും ജയ്ഷായെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് BCCIയുടെ സെക്രട്ടറിയാണ് ജയ്ഷ. ഇദ്ദേഹത്തിനെയാണ് മൂന്നാം തവണയും നമ്മളുടെ ACC ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ജയ്ഷ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജയ്ഷ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്ററായ അമിത്ഷായുടെ മകൻ കൂടിയാണ് ജയ്ഷ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തായിട്ട് നമ്മളൊരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ട്രായ്, നമുക്കറിയാം, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതിനെയാണ് നമ്മൾ ട്രായ് എന്ന് വിളിക്കുന്നത്. ട്രായുടെ പുതിയ ചെയർമാനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് മുൻ റെയിൽവേ ബോർഡ് ചീഫായ അനിൽ കുമാർ ലഹോത്തിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയറും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മളുടെ എക്സാമിനേഷന് വരുന്ന പാറ്റേണിനകത്ത് ബാങ്കിങ് റിലേറ്റഡ് ആയ കറണ്ട് അഫെയർസ്, നമ്മളുടെ സ്റ്റാറ്റിക് GKs, നമ്മളുടെ അപ്പോയിൻമെൻറ്റ്സ്, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ള പാറ്റേണാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് ടൈഗർ റിസർവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പാറ്റേണാണ്. അതായത് ഒരു ടൈഗർ റിസർവറിൻ്റെ പേര് തന്നതിന് ശേഷം ഇന്ത്യയിൽ ഇത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ നോക്കുന്നത് ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ ബ്ലാക്ക് ടൈഗർ സഫാരി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം, അവിടെ കാണുന്ന ഒരു റെയർ സ്പീഷ്യസ് ആണ് ഈ ബ്ലാക്ക് ടൈഗർ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ടൈഗറിനെ ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കൂടിയാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ബ്ലാക്ക് ടൈഗർ സഫാരി നമ്മളുടെ ഒഡീഷൻ ചീഫ് മിനിസ്റ്ററായ നവീൻ പട്നായിക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് സിമിലി പാൽ എന്ന് പറയുന്ന നാഷണൽ പാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതൊരു നാഷണൽ പാർക്ക് അംഗീകാരം കൂടി കിട്ടിയതാണ്. ഇപ്പോൾ എക്സാമിനേഷൻ നമ്മളോട് ചോദിക്കും, സിമിലി പാൽ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഒഡീസയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2024 ഇന്ത്യൻ നേവി ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ ഡേ എന്നറിയപ്പെടുന്നത് December 4 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നേവിയുടെ ചീഫ് എന്ന് പറയുന്നത് അഡ്മിറൽ ആർ ഹരികുമാറാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ആർ ഹരികുമാർ ഒരു മലയാളി കൂടിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുമല്ലോ. നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും ഫോഴ്സുകളിൽ ആർമി ഡേ എന്ന് പറയുന്നത് January 15 നമ്മളുടെ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത് October 8 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഡേറ്റുകൾക്ക് നമ്മളുടെ എക്സാമിനേഷന് നല്ല പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിം, ഇത്തവണത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിം 2024 നടക്കുന്നത് നമ്മളുടെ യൂണിയൻ ടെറിട്ടറിയായ ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലും കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇത്തവണത്തെ ഖേലോ ഇന്ത്യൻ വിൻ്റർ ഗെയിംസിൻ്റെ മസ്കോട്ട് എന്ന് പറയുന്നത് ഷീ അല്ലെങ്കിൽ ഷാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ലഡാക്ക് റീജിയനിൽ കാണപ്പെടുന്ന ഒരു സ്നോ ലെപ്പേർഡാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ മസ്കോട്ടുകളുടെ പേര് നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. ഈ മസ്കോട്ടിനെ അൺവെയിൽ ചെയ്തത്, ഇനാഗുറേഷൻ ചെയ്ത സമയത്ത് നമ്മളുടെ അനുരാഗ് സിംഗ് ഠാക്കൂറാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്പോർട്സ് ക്യാബിനറ്റ് യൂത്ത് മിനിസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ അനുരാഗ് സിംഗ് ഠാക്കൂറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതായത് ക്യാബിനറ്റ് മിനിസ്ട്രിയിൽ നിന്ന് ഒരു ചോദ്യം എല്ലായ്പ്പോഴും നമ്മളുടെ എക്സാമിനേഷന് ഉണ്ടാകാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു യുദ്ധ കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് December 26 കമ്മീഷൻ ചെയ്ത കപ്പലിൻ്റെ പേര് INS ഇംഫാൽ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം,
നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റലാണ് ഈ ഇംഫാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിനേഷന് ഇങ്ങനൊരു ചോദ്യം വന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ഥലത്തിൽ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് INS ഇംഫാൽ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യ കൂടി ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയുടെ പേരാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ ബ്രിക്സിലേക്ക് പുതിയതായിട്ട് 5 രാജ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ 5 രാജ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എത്യോപ്യ, ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 5 രാജ്യങ്ങളാണ് നമ്മൾ ബ്രിക്സിൻ്റെ കൂടെ ചേർന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ബ്രിക്സിലെ മറ്റു പ്രധാന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഓട്ടോ മേക്കേഴ്സിനെ കുറിച്ചാണ്. ടൊയോട്ടോ ആണ് അവരുടെ പൊസിഷൻ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഓട്ടോ മേക്കറായിട്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ടൊയോട്ടോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് HR ഖാനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഹാറൂൺ റഷീദ് ഖാൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. നമ്മളുടെ ഇന്ത്യയിലെ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്നാണ് നമ്മൾ ഇതിന് നൽകിയ പേര്. നമുക്കറിയാം, നമ്മളുടെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മനോഹർ ലാൽ ഖട്ടാറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹരിയാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ തമിഴ്നാട് ഗവൺമെൻറ് ആണ് ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് അവർ നൽകിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഉങ്കലൈ തേടി ഉങ്കൽ ഊരിൽ എന്നുള്ളതാണ്. അതായത് ബ്രിങ്ങിങ് സർവീസ് ടു യുവർ ഡോർ സ്റ്റെപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നാട്ടുകാർക്ക് അവരുടെ നാട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് തമിഴ്നാട് ഗവൺമെൻറ് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന DMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തമിഴ്നാടിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് RN രവിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ ആർമിയിൽ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ സുബേദാറിനെ അവർ തിരഞ്ഞെടുത്തു. ഈ പദവി നൽകിയിരിക്കുന്നത് ഹവിൽദാർ പ്രീതി രജക്കിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പ്രീതി രജക്കാണ് ഫസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ ആർമി ടു ഹോൾഡ് ദിസ് പ്രസ്റ്റീജിയസ് റാങ്ക് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് ബ്ലവാൻഡിക് അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ 3 ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്കാണ്. അവരുടെ പേര് എന്ന് പറയുന്നത് രാഹുൽ R നായർ, മെഹുൽ മാലിക്, തന്മയ് ഭാരത് എന്ന് പറയുന്ന 3 പേർക്കാണ് നമ്മളുടെ UK ഈ അവാർഡ് കൊടുക്കുന്നത്. നമുക്കറിയാം, യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലണ്ടൻ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ആസാമിൻ്റെ ചീഫ് മിനിസ്റ്ററായ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പുസ്തകമിറക്കി. പുസ്തകത്തിന് അദ്ദേഹം നൽകിയ പേര് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആസാം 1947 to 1971 എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹം ഇറക്കിയത്. നമുക്ക് സാധാരണഗതിയിൽ എക്സാമിനേഷന് ഒരു പുസ്തകത്തിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇത് ആരാണ് ഇതിൻ്റെ ഓതർ എന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പം ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആസാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദിസ്പൂരാണ്. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ.
ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരത് രത്നയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അവാർഡുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് പത്മവിഭൂഷണാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തെ പൊസിഷൻ പത്മഭൂഷണും നാലാമത്തെ പൊസിഷൻ പത്മശ്രീയുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇത്തവണ ഭാരത് രത്ന കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ബീഹാറുകാരനായ കർപ്പൂരി ഠാക്കൂറിനാണ്. ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒരു അവാർഡാണ് ഈ ഭാരത് രത്ന എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യയുടെ തന്നെ ഈ ഭാരത് രത്നം നൽകിയിരിക്കുന്നത് ആകെ 49 പേർക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ തന്നെ 5 പേർ വനിതകളാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരതരത്നം കിട്ടിയത് ആദ്യമായി 3 പേർക്കാണ്. ഒരു വർഷം മാക്സിമം നൽകാവുന്നത് 3 പേർക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ആദ്യമായി കിട്ടിയത് നമ്മളുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ച CV രാമനും ആദ്യമായി കിട്ടിയ 3 പേരിൽ ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലായ രാജഗോപാൽ ആചാര്യയ്ക്കും ഇന്ത്യ ആദ്യമായി ഈ പരമോന്നത ബഹുമതി നൽകിയ വ്യക്തികളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തു വെക്കുക. 5 വനിതകൾക്കാണ് ഭാരതരത്നം കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ആദ്യമായി കിട്ടിയത് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മരണാനന്തരം ആദ്യമായി രാജ്യം ഭാരതരത്നം കൊടുക്കുന്നത് നമ്മളുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററായ ഇപ്പോൾ കിട്ടിയ കർപ്പൂരി ഠാക്കൂറിനും മരണാനന്തരം തന്നെയാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മരണാനന്തരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ അവർ ചോദിക്കുന്നത് പോസ്റ്റ്മസ്ലിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡ്യൂകാർനെറ്റിൻ്റെ ഈ വീക്കിലെ കറണ്ട് അഫയർസ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.